നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ആൾക്കാരും പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾ, ഞാൻ കുറച്ച് മുമ്പ് ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 5-6 മാസം മുന്നേ ഞാനൊരു ചെയർ വാങ്ങിച്ചു. അതിപ്പോൾ ഭയങ്കരമായിട്ട് ബ്രിട്ടിലായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെ തീരെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ബ്രിട്ടിലായിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ അരികൊക്കെ പൊട്ടിപ്പോകുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ചെയറുകളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ബ്രിട്ടിലാവുന്നത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളിത് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ ഇത് മൗൾഡ് ചെയ്താണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക് ആണെങ്കിലും പോളിപ്രൊപ്പലീൻ ആണെങ്കിലും പോളിപ്രൊപ്പലീൻ ഉരുക്കിയിട്ട് നമ്മളത് ഒരു അച്ചിലിട്ടിട്ടാണ് നമ്മളിത് മൗൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മൗൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന് വെന്റിലേഷൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിന് കൂളിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ബ്രിട്ടിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു ടൈം എയർ കൂളിംഗ് ഇതിന് കിട്ടിയിട്ട് നേരായ രീതിയിൽ ഇത് സമയം എടുത്തുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം, ഇത് ക്യൂറിങ് നടത്തണം. അതില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രിട്ടിലായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രിട്ടിലായി പോകാനുള്ള രണ്ടാമതൊരു സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുന്ന വെയിലൊക്കെ സൂര്യപ്രകാശം തട്ടുന്ന സൂര്യപ്രകാശത്തിലെ UV രശ്മികൾ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പോളിപ്രൊപ്പലിൻ പോലുള്ള ഐറ്റംസിലൊക്കെ ലോങ് ചെയിൻ പോളിമേഴ്സാണ് ഉള്ളത്. അത് ചെറുതായിട്ട് അത് ബ്രിട്ടിലായി പോകാനുള്ള സാധ്യത, അത് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകാം. നമ്മൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പപ്പടം പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോകുന്ന കണ്ടില്ലേ, അതിനാണ് ഈ ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൂര്യപ്രകാശത്തിൽ നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർ പെട്ടെന്ന് അത് ബ്രിട്ടിലായി പോകും. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മോയ്സ്ചറുള്ള സ്ഥലങ്ങളിൽ, അപ്പോൾ നമ്മൾ ചോദിക്കും പ്ലാസ്റ്റിക്കും മോയ്സ്ചറും തമ്മിൽ എന്തെങ്കിലും സംബന്ധമുണ്ടോ. അപ്പോൾ പക്ഷേ മോയ്സ്ചർ കണ്ടന്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ചെയർ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് കാലക്രമേണ അത് കൂടുതൽ ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നാലാമത്തെ റീസൺ, അതിയായ ചൂടുള്ള സ്ഥലങ്ങളിൽ, ചൂടുള്ള വായു അല്ലെങ്കിൽ ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ ഈ ആസ്ബറ്റോസ് അങ്ങനെയുള്ള ഷീറ്റ് ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചെയർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടിലാവും. അതുപോലെ തന്നെ അതിയായ ശൈത്യം, അങ്ങനെ ടെമ്പറേച്ചർ രാവിലെ ഒരു ടെമ്പറേച്ചറും ഉച്ചയ്ക്ക് ഒരു ടെമ്പറേച്ചറും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഊഷ്മാവിൽ ഈ ചെയറുകൾ കിടക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രിട്ടിലായി പോകും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനനുസരിച്ചും കുറേ കാലം കഴിയുന്തോറും ഇതിൽ ഈ ബ്രിട്ടിൽനെസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചെയർ ഹാർഡായി പോകാനുള്ള, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോയി ഇത് ഹാർഡായി പോകാനുള്ള